മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഭിന്നശേഷി കലാമേളയും അംഗൻവാടി കലാമേളയും നടത്തും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന കൺമണിക്കൂട്ടം അംഗനവാടി കലാമേള സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലാമേളയും അംഗൻവാടി കലാമേളയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കുട്ടൻപേരൂർ സിയോൻപുരം സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടത്തും. തിങ്കളാഴ്ച രാവിലെ 10 ആരംഭിക്കുന്ന കൺമണിക്കൂട്ടം അംഗൻവാടി കലാമേള സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി അധ്യക്ഷയാകും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് സ്വാഗതം പറയും. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ആദിരാജി, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, വത്സല ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത് എസ് അമ്പിളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തും. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആരവം 2024 എന്ന പേരിൽ ഭിന്നശേഷി കലാമേള ആരംഭിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് അധ്യക്ഷയാവും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് സ്വാഗതം പറയും. ജില്ലാ പഞ്ചായത്ത് അംഗം ആദിരാജി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് എന്നിവർ സമ്മാനദാനം നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, വത്സല ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ICDS ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 28 അംഗൻവാടികളിലെയും മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അംഗൻവാടി കലാമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അംഗൻവാടി കലാമേളയ്ക്കും ഭിന്നശേഷി കലാമേളയ്ക്കും വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗം സലിം പടിപ്പുരക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6, 7, 8, 9, 10 ഈ 5 ദിവസങ്ങളിൽ വളരെ ഉത്സവലഹരിയിലാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ഈ 6-ാം തീയതി തുടങ്ങി 8-ാം തീയതി അവസാനിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 9, 10 തീയതികളിലായിട്ടാണ് അംഗനവാടി കലാമേളയും അതുപോലെ തന്നെ ഭിന്നശേഷി കലാമേളയും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ യുവതലമുറയ്ക്ക് ആരവം പകരുന്ന തരത്തിലുള്ള കലാപരിപാടികൾ കേരളോത്സവത്തിലൂടെയും അതിനുശേഷം നമ്മൾ കുഞ്ഞു കുട്ടികൾ മുതലുള്ളവർക്ക് അംഗനവാടി തലത്തിൽ അവരുടെ സർഗശേഷി വളർത്തുന്നതിന് വേണ്ടിയാണ് അംഗനവാടി കലോത്സവവും നമ്മുടെ വിവിധങ്ങളായ ശേഷിയുള്ള നമ്മുടെ ഭിന്നശേഷി മക്കളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഭിന്നശേഷി കലോത്സവവും മാന്നാർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷം ഇതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ അംഗനവാടി കലോത്സവവും ഭിന്നശേഷി കലോത്സവവും നമ്മൾ നടത്തുകയുണ്ടായി. വളരെ വിജയപ്രദമായിരുന്നു. കുറേയധികം കുട്ടികൾക്ക് അതിലൂടെ നല്ല മാനസിക ഉല്ലാസവും സന്തോഷവും ലഭിക്കാൻ ഇടയായി. ഈ വർഷവും അതുപോലെ നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയാണ് നമ്മുടെ അംഗനവാടി കലോത്സവം 9-ാം തീയതി ഉദ്ഘാടനം ചെയ്തത്. ഗവൺമെന്റ് ആഘോഷിച്ചിരിക്കുന്നത് 15,000 രൂപ മാത്രമാണ് അംഗനവാടി കലാമേളയ്ക്ക്. നമ്മൾക്ക് ട്രോഫികളിൽ പോലും പൈസ തികയാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി പ്രത്യേകം അജണ്ട വെച്ചിട്ട് ഗവൺമെന്റിനോട് ഇതിന്റെ മാർഗരേഖയിൽ മാറ്റം ഉണ്ടാക്കണമെന്നൊരു അഭ്യർത്ഥന ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ ആലോചിക്കുന്നത്. എന്നാൽ 75,000 രൂപ ഭിന്നശേഷി കലാമേളയ്ക്ക്. അതുകൊണ്ടാണ് ഇത് ക്ലബ് ചെയ്ത് പരിപാടി നടത്തുവാൻ ആലോചിക്കുന്നത്. ഭിന്നശേഷി കലാമേളയ്ക്കും ഇതുപോലെ തന്നെ ട്രോഫികളും മറ്റ് ചെലവുകളും ഭക്ഷണവും എല്ലാം കരുതുന്നതും ഇതൊക്കെ തികയാറുണ്ട്. പിന്നെ നമ്മൾ സ്പോർട്സ്മാരെ കൂടെ കണ്ടെത്തിയാണ് ഈ പരിപാടി വിപുലമായി നടത്തുവാൻ ആലോചിക്കുന്നത്.